ഇസ്ലാം മതവിശ്വാസപ്രകാരം ഏറ്റവും പുണ്യമായ സ്ഥലമാണ് മക്ക. പുണ്യാത്മാക്കൾ കുടികൊള്ളുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾ. വിശ്വാസികൾ പ്രാർത്ഥിക്കാനും സമാധാനവും സന്തോഷവും തേടിയും ഇതുപോലുള്ള ആരാധനാലയങ്ങളിൽ പോകും. എന്നാൽ ഇങ്ങനെ പ്രാർത്ഥിക്കാനായി മഖാമിലെത്തിയ യുവതിക്ക് നേരിട്ടത് അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന അനുഭവമാണ്. കാസർഗോഡ് മടക്കരയിൽ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഉസ്താദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടപ്പള്ളി മഖാമിലെ ഉസ്താദ് വയനാട് സ്വദേശി മുഹമ്മദ് കുട്ടിയാണ് പിടിയിലായത്. മഖാമിലെത്തിയ യുവതിയുടെ ശരീരത്തിൽ സ്പർശിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്നാണ് പരാതി. തൃക്കരിപ്പൂർ മടക്കര തുരുത്തി കോട്ടപ്പള്ളി മഖാമിലെ ഉസ്താദാണ് ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായത്. വയനാട് കമ്പളക്കാട് സ്വദേശി ചോലേരി ഹൗസിൽ മുഹമ്മദ് കുട്ടിയെയാണ് ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തത്. 2026 ഫെബ്രുവരി 15 ഉച്ചയ്ക്ക് 2 മണിക്കും വൈകുന്നേരം 5:30 ഇടയിലാണ് കേസിനാസ്പദമായ സംഭവം. പരാതിക്കാരിയായ യുവതി കോട്ടപ്പള്ളി മഖാമിലെത്തിയ സമയത്ത് പ്രതിയായ ഉസ്താദ് ലൈംഗിക ഉദ്ദേശത്തോടെ യുവതിയുടെ ശരീരത്തിൽ സ്പർശിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് പരാതി. വയനാട് കമ്പളക്കാട് വെച്ചാണ് പ്രതിയെ പോലീസ് പിടികൂടിയത്. ചന്ദേര സബ് ഇൻസ്പെക്ടർ സി മനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്.